പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹു ശത്രുവിന്റെ ഭാഗത്താ. പടച്ചവനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്തിനാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? എതിർഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്, ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്. വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ജറാഹെന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തിരഞ്ഞു നടക്കുകയാണ്. വേറെ ഒരു ശത്രുവിനെയും വേണ്ട, ബദറിൽ പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല. തന്റെ പൊന്നാര മകനെ തിരഞ്ഞു നടക്കുകയാണ്. വാപ്പ മകനെ തിരഞ്ഞു നടക്കുമ്പോ മകന് വാപ്പയെ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അതാ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പിതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുകയാണ്. ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് അവിടെന്ന് വിളിക്കുന്ന ഉബൈദ അവിടെന്ന് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, വാടാ മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്. അവനെ ഇറക്കി വിട് മുഹമ്മദ്, അവനെ ഇറക്കി വിട് മുഹമ്മദ്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. പടച്ചവനെ തന്റെ പൊന്നാര മകന്റെ ദേഷ്യം പിടിപ്പിക്കാറ്, തന്റെ പൊന്നാര മകന്റെ രക്തം തിളപ്പിക്കാറ് പിതാവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പൊന്നാര മകനെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷേ പൊന്നുമോന് മിണ്ടുന്നില്ല. വാപ്പയല്ലേ പറയുന്നത്, വാപ്പയല്ലേ പറയുന്നത്. മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ ജറാഹെന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഉമ്മയെ കുറിച്ച് പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഉമ്മയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പടച്ചവനെ അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ എന്റെ ഉമ്മയാണ്, ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ്, പറഞ്ഞുകൊള്ളട്ടെ തമ്പുരാനെ. വാപ്പ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെയും പടച്ചവന് നീ പിഴച്ചുണ്ടായവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല. അവസാനം ആ പിതാവിനറിയാ, ഇനി എന്റെ പൊന്നുമോൻ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു, അവന്റെ ഉമ്മയെ പറഞ്ഞു, അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ വാപ്പയ്ക്കറിയാം, ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ. അങ്ങനെ വാപ്പ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് മോശമായി പറയുകയാണ്. നബി തങ്ങളെ അങ്ങനെ മോശമായി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് സഹിക്കുന്നില്ല. സ്വഹാബത്ത് പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്. അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമ്മയെ പറഞ്ഞപ്പോ, പടച്ചവനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ചാടിയിറങ്ങുകയാണ്, ചാടിയിറങ്ങുകയാണ്. അല്പനേരമൊന്നും കാണുന്നില്ലടോ, അല്പനേരമൊന്നും അറിയുന്നില്ലടോ. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല, നിബിതങ്ങൾ മിണ്ടുന്നില്ല. കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടുന്നില്ല. പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാളുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീൻ പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നിബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നിബിതങ്ങളെ തലതിരിക്കുകയാണ്, നിബിതങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സലാം അടക്കുന്നില്ല. ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാതെ സങ്കടപ്പെടുകയാ, വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അടിമയെ സമാധാനിപ്പിക്കുകയാണ്, അടിമയെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പയുടെ തല വെട്ടാനല്ല, ശത്രുവിന്റെ തല മുറിക്കാനല്ല, വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയോ? കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ? പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ടോ?